ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോല് കേട്ടോ. നാടൻ വിഭവമാണ് കേട്ടോ. ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോലും. അപ്പം ചക്ക കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ചക്കക്കുരു വെച്ച് മുരിങ്ങാക്കോല് മാങ്ങയും കൊണ്ട് തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ. ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്താരി മുളക് ഉണ്ടല്ലോ. ഈ കാന്താരി മുളകും തേങ്ങയും ഇത്തിരി ജീരകവും കുറച്ച് ചുവന്നുള്ളി, 3-4 ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി അരച്ച് ആ അരപ്പ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചക്കക്കുരു നേരത്തെ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കക്കുരു നന്നാക്കി എടുക്കാനൊക്കെ ഇത്തിരി താമസം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അതൊക്കെ വേവിച്ച് ചക്കക്കുരു മാത്രം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് 2-3 കാന്താരിമുളക് ഇട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് വേവിച്ചിട്ട് അതൊരു വെന്ത് പകുതി വേവായപ്പോഴത്തേനും മുരിങ്ങാക്കോലും മാങ്ങയും അതിൻ്റെ അകത്ത് ചേർത്തു. 2 മുരിങ്ങാക്കോലേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മുരിങ്ങാക്കോലും മാങ്ങയും അതിൻ്റെ അകത്ത് ചേർത്തിട്ട് ചക്കക്കുരുവിന് ഇതിന് കണ്ട നല്ല 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 കൊഴുപ്പുണ്ട്. അപ്പോൾ ഈ കൊഴുപ്പ് നന്നായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടി ഉണ്ടാകാനായിട്ട് കറക്കി ആ പകുതി ചക്കക്കുരു വെന്ത് കഴിഞ്ഞപ്പോൾ ഉടച്ചു. ഇങ്ങനെ നമ്മളിതിങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് കുക്കറിൽ വെച്ച് തന്നെ നമ്മളിത് ഇങ്ങനെ ഉടച്ചാൽ മതി. ചക്കക്കുരു എടുത്തിട്ട് കണ്ടോ, കാണിച്ചത് ചക്കക്കുരു കുറച്ച് ഉടച്ചു, കുറച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ തന്നെ ഇട്ടു. അപ്പോൾ പിന്നെ നല്ല കട്ടി ഉണ്ടാകും കറിക്ക്. പിന്നെ അരപ്പ് ഇതിൻ്റെ ചേർത്തത് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് താളിക്കാനുള്ള കടുകും ചുമന്നുള്ളി കടുകും ഉണ്ട് കേട്ടോ. പിന്നെ ഈ മുളകുണ്ടല്ലോ, മുളക് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലൊരു 5 തരം മുളകുകളുണ്ട്. ഇത് കാണിച്ചത് കണ്ടോ, പലതരം മുളകുകൾ കണ്ടോ, 5 തരം മുളകുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 5 തരം മുളകുകളിൽ കുറേ പഴുത്ത് കഴിയുമ്പോൾ നല്ല വേനലിൽ ഇതെല്ലാം ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഉണക്കിയതാണ് ഇവിടെ താളിക്കാനായിട്ടൊക്കെ ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് താളിക്കാനായിട്ട് ഞാൻ ഈ ഉണങ്ങിയ മുളകാണ് എടുക്കുന്നത്. മുൻ വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടുള്ളവർക്ക്, അത് കണ്ടവർക്ക് അറിയാം, അല്ലാത്തവർ ഒന്ന് കാണുക കേട്ടോ. അത് പിന്നെ ഞാൻ ഇന്നലെ ഒരു സ്പെഷ്യൽ കാര്യം പറയുന്നത് ചക്കട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഒന്ന് കാണിച്ചാൽ. ചക്കട ഉണ്ടാക്കിയത് ഇന്നലെ അത് പുഴുങ്ങി വെച്ചു. ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല. ഞാൻ വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്. പുഴുങ്ങിയൊന്നും വെച്ചില്ല. ഇതുവരെയും ചീത്തയായിട്ടുള്ളത് രാവിലെ ആവി കയറ്റി ഉള്ളിലൊന്നും ഫില്ല് ചെയ്യാത്ത ചക്കടയാണത് കേട്ടോ. കണ്ടോ. അപ്പോൾ നമുക്കിനി കറി ശരിയായിട്ടുണ്ട്. വെന്ത് കടുക് പൊട്ടിക്കാൻ. ഇനി കടുക് പൊട്ടിക്കാനായിട്ടുള്ള ഇതിലാണ് കേട്ടോ. അതിനുള്ള ചുമന്നുള്ളി. മഴ കാരണം ഞാൻ പുറത്തേക്ക് പോയില്ല. വേപ്പ് ഇവിടെ ഉണ്ട്, വേപ്പ് തൈ ഉണ്ട്. വേപ്പല എടുത്തില്ല, ചെറിയൊരു മഴയുണ്ടേ, അതുകൊണ്ട് പുറത്തേക്ക് പോയില്ല. നമുക്കിനി ഇത് കാച്ചിടാം കേട്ടോ. ഇതിനകത്ത് കാച്ചുമ്പോൾ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണം. അപ്പോൾ നമുക്കിത് നേരത്തെയൊക്കെ ഈ മുളകും തൈയൊക്കെ ഞാൻ നട്ട് പിടിപ്പിക്കുന്നതിനൊക്കെ മുമ്പുണ്ടല്ലോ, പണ്ടൊക്കെ പുറത്തുനിന്ന് ആണ് നമ്മൾ ഇതെല്ലാം വാങ്ങിച്ചിരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കമുളക് അത് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത് നമുക്ക് കുപ്പികളിലാക്കി വെക്കാം കേട്ടോ.
ഇതിന്നിപ്പോൾ ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോല് കറിയും നമുക്ക് ഇതേ ചാള കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൻ്റെ ചാള ഉണ്ടായിരുന്നു. അത് വറക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് പുരട്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ ചൊറുക്ക ഇത് പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. കടുക് താളിച്ച് വേണമെങ്കിൽ ഒരു ചുമന്ന കറി ചിലവർക്ക് ഇഷ്ടമായിരിക്കും. ഈ മഞ്ഞ കളർ ഇഷ്ടമല്ലെങ്കിൽ ഈ കാച്ചണേൻ്റെ താളിക്കണേൻ്റെ ഒപ്പം ഇതിൽ നുള്ളു മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കളർ വരും കേട്ടോ. പച്ചക്കിടരുത്. കണ്ടോ, നമ്മുടെ കറി റെഡി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം.